അയ്യേ, ഇവിടുന്ന് കാനഡ വരെ പോയിട്ട് അവസാനം എഡ്മണ്ടൺ ആണോ നിങ്ങൾ കണ്ടുപിടിച്ച സ്ഥലം? എന്ത് ബോറ് സ്ഥലം, അവിടെ എന്തുണ്ട് കാണാൻ എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്തിനാ എഡ്മണ്ടൺ ചൂസ് ചെയ്തേ? എഡ്മണ്ടൺ ശരിക്കും പറഞ്ഞാൽ ഡെഡ്മണ്ടൺ അല്ലേ, അവിടെ ഒന്നും കാണാനില്ലല്ലോ എന്ന്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തു, വാട്ടർഡെയിൽ ബ്രിഡ്ജിൽ പോകുന്നത്. അപ്പോൾ ഇത് നമ്മളിന്ന് ഫണിക്കുലറിലാണ് പോകുന്നത്. സോ ഫണിക്കുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡൗൺ ടൗണിൽ തന്നെയാണ് ഏറ്റവും ആക്സസിബിൾ ആയിട്ടുള്ള സെൻട്രൽ സ്റ്റേഷൻ്റെയും അതുപോലെ ബസ് സ്റ്റോപ്പുകളുടെയൊക്കെ നടുക്ക് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. സോ ഈ എഡ്മണ്ടൺ എന്ന് പറയുമ്പോൾ മെയിൻ ഇതെന്താണെന്ന് വെച്ചാൽ, എഡ്മണ്ടൻ്റെ മെയിൻ ഹൈലൈറ്റ് അവിടുത്തെ റിവറാണ്. നമുക്ക് നോർത്ത് സസ്കെഷൻ റിവർ ഡൗൺ ടൗണിനെയും ഔട്ടർ എഡ്മണ്ടണിനെയും നടുക്കുകൂടിയാണ് പോകുന്നത്. ഇതിന് പല സ്ഥലത്തു നിന്നും പല വ്യൂ ആണ്, പല ലുക്ക് ഔട്ട് പോയിന്റുകളുണ്ട്, ഭയങ്കര ഭംഗിയാണ്. പക്ഷെ ഇത് ഇത്തിരി ഡിഫറെൻ്റ് ആണ്. എനിക്ക് തോന്നുന്ന ഉണ്ടെങ്കിലും ആൾക്കാർക്ക് അധികം അറിയാതെ പോയ സ്ഥലമോ അല്ലെങ്കിൽ ഹോംലെസ്സുകൾ ഉണ്ടെന്നുള്ള പേടി കൊണ്ട് ആൾക്കാർ വരാത്തതുമായിട്ടുള്ളൊരു സ്ഥലമാണിത്. അപ്പോൾ ഫണിക്കുലറിൻ്റെ മെയിൻ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മേളിൽ നിന്ന് ഒരു ഇലക്ട്രിക് കാർ, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എലിവേറ്റർ ലിഫ്റ്റൊക്കെ പോലെ ഇതിൽ താഴത്തേക്ക് ഇറങ്ങി നമ്മൾ കുറച്ച് നടന്നു കഴിഞ്ഞാൽ ഒരു ലുക്ക് ഔട്ട് പോയിന്റ് ആണ്. ആ ലുക്ക് ഔട്ട് പോയിന്റിൻ്റെ അവിടെ ശരിക്കും ആൾക്കാർ ഈ ലുക്ക് ഔട്ട് പോയിന്റിൻ്റെ അവിടെ വന്ന് നിന്ന് ഇതൊക്കെ കണ്ടത് ഫ്രെഡറിക് ജി ടോഡ് എന്നാണ് ആ ലുക്ക് ഔട്ട് പോയിന്റിൻ്റെ പേര്. അത് ഫ്രെഡറിക് എന്ന് പറയുന്ന ആളിൻ്റെ ഐഡിയ ആയിരുന്നു ആ ലുക്ക് ഔട്ട് പോയിന്റ്. അവിടെ നിന്ന് കാണാൻ നല്ല ഭംഗിയാണ്. നമുക്ക് വാട്ടർഡെയിൽ ബ്രിഡ്ജൊക്കെ അവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും. പക്ഷെ എല്ലാവരും അവിടെ വന്ന് ഈ സ്ഥലങ്ങൾ കണ്ട് അവിടെ നിന്ന് തിരിച്ചു പോകും. ശരിക്കും അവിടെ നിന്ന് താഴത്തേക്ക് ഒരു ലിഫ്റ്റ് ഉണ്ട്. ആ ലിഫ്റ്റ് ചെന്നിറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ റിവറിൻ്റെ രണ്ട് സൈഡിലും ഉള്ള ചെറിയ കാട് പോലെ നിൽക്കുന്ന ആ സ്ഥലം ശരിക്കും ഒരു ഫോറസ്റ്റിൻ്റെ ഫീല് തരുന്ന ഒരു സ്ഥലമാണ്. നമുക്ക് അങ്ങനെ ഒരു ചെറിയ വാക്കിനൊക്കെ പോകാം. ഇറ്റ്സ് സോ സേഫ് ആൻഡ് പീസ്ഫുൾ. പക്ഷെ ആൾക്കാർ പോയിട്ടില്ല. അപ്പോൾ നമ്മൾ ഇന്ന് അതാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇവിടുന്ന് ഇപ്പം വീട്ടിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു 800 മീറ്ററേ ഉള്ളൂ ലുക്ക് ഔട്ട് പോയിന്റിലേക്ക്. നമ്മൾ ഇവിടുന്ന് നടന്ന് ഫണിക്കുലറിൽ ചെന്ന് ഫണിക്കുലറിൽ നിന്ന് താഴെ സൈഡിൽ സ്റ്റെപ്സും ഉണ്ട്, നമുക്ക് കാറിലും പോകാം. അപ്പോൾ നമ്മൾ ആ ഇലക്ട്രിക് കാറിൽ താഴെ ചെന്ന് അവിടുന്ന് പതുക്കെ നടന്ന് ആ ലുക്ക് ഔട്ട് പോയിൻ്റൊക്കെ കണ്ട് അവിടുന്ന് താഴത്തേക്ക് പോയി നമുക്ക് നടന്നിട്ടൊക്കെ വരാം. സോ ഡൗൺ ടൗൺ എന്ന സ്ഥലത്തിന് ഭയങ്കര ലൗഡ്, സേഫ് അല്ലാത്ത, അൺക്ലീൻ ആണെന്ന് പറയുന്ന ആ ഡൗൺ ടൗണിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇത്രയും പീസ് കാമായിട്ടുള്ള ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം ഉണ്ടെന്നുള്ളത് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ വെൽക്കം ബാക്ക് ടു അരീസ് അഡ്വെഞ്ചേഴ്സ്, വെയർ അരീന is going on an adventure today to spot the most beautiful lookout point in downtown Edmonton. ഇന്ന് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ, അത്യാവശ്യം നല്ല സണ്ണി ആയിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. എപ്പോഴാണ് മൂഡ് മാറുന്നതെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഇന്ന് സണ്ണി ആയതുകൊണ്ട് ഈ ലുക്ക് പോയിന്റ് കാണാൻ എത്രയൂടെ ഭംഗിയായിരിക്കും. എന്നാൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു പാട്ടൊക്കെ കേട്ട് അങ്ങനെ സ്ഥലമൊക്കെ കണ്ടിട്ട് വന്നാലോ? അപ്പോൾ പോവാം.